സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഇന്ന് സർവ്വസാധാരണമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒഴിച്ചുകൂടാനാവാത്തതായി തീർന്നിട്ടുണ്ട് അല്ലേ? സോഷ്യൽ ഇൻട്രാക്ഷനും സെൽഫ് എക്സ്പ്രഷനും ഇൻഫോർമേഷൻ ഷെയറിങ്ങിനും സോഷ്യൽ മീഡിയ നൽകുന്ന അവസരങ്ങൾ നിരവധിയാണ്. പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എത്ര ലൈക്സ് കിട്ടി, എത്ര കമൻസ് ഉണ്ട്, എത്ര ഫോളോവേഴ്സായി എന്നൊക്കെ ഓരോ നിമിഷവും ഫീഡ്ബാക്ക് അറിയുന്നതിനും അമിതമായ ഉപയോഗത്തിലേക്കും നിയന്ത്രിക്കാനാവാത്ത വിധം ഡിപ്പെൻഡൻസിയിലേക്കും നയിക്കുന്നുണ്ട്. ഫോമോ, ദ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആൻഡ് കമ്പാരിസൺ വിത്ത് അതേഴ്സ് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ചെക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൂട്ടും. ഇവിടെയും എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ കമൻറ്റ് ചെയ്തില്ലേ എന്തു വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിട്ട പോസ്റ്റ് കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്തില്ലല്ലോ, ഇങ്ങനെയുള്ള അപക്വമായ കമ്പാരിസൺസിനും കാരണമാകും. അത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം കെടുത്തുകയുള്ളൂ. ഇന്ന് ലഭിക്കുന്ന സ്ട്രീമിംഗ് സർവീസസും മൂവീസും TV ഷോസും വീഡിയോസും ഇടതടവില്ലാതെ കാണുന്നതിന് വഴിയൊരുക്കുന്നുണ്ട്. ഓട്ടോ പ്ലേ ഫീച്ചർ നിരന്തരം വൺ ആഫ്റ്റർ അനദർ വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിന് കാരണമാകുകയും അമിതവണ്ണം തുടങ്ങി പല ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ടെക്നോളജിയുമായിട്ട് വേണം. ഡിജിറ്റൽ ഡിവൈസസും പ്ലാറ്റ്ഫോംസും ഉപയോഗിക്കുമ്പോൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. സെൽഫ് അവെയർനെസ് വേണം. അറിയാതെ സ്ക്രോൾ ചെയ്യുന്നതും എക്സസീവ് സ്ക്രീൻ ടൈമും ഒഴിവാക്കുന്നതിന് വേണ്ടി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. നമ്മുടെ റുട്ടീനെയും ജോലിയെയും റിലേഷൻഷിപ്പിനെയും ഒരിക്കലും സോഷ്യൽ മീഡിയ അപഹരിക്കാതെ നോക്കുക. സ്ക്രീൻ ടൈം ട്രാക്കിങ്ങും ആപ്പ് ലിമിറ്റും പോലെയുള്ള ഓൺലൈൻ ആക്ടിവിറ്റി മാനേജ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഉപയോഗിക്കുക. ബിഹേവിയറൽ അഡിക്ഷൻസിലെ സോഷ്യൽ മീഡിയ അഡിക്ഷനെ കുറിച്ച് മാത്രമാണ് ഇന്ന് പറഞ്ഞത്. ഇത് വളരെ കോംപ്ലക്സും വാസ്റ്റുമായ ഒരു ടോപ്പിക്കാണ്. മറ്റ് ബിഹേവിയറൽ അഡിക്ഷൻസിനെ കുറിച്ച് അടുത്ത വീഡിയോസിൽ പറയാം.